നാഗ ഇന്ത്യ 7 എപ്പിസോഡ് 39ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത സീനിൽ ആര്യമിന്റെ അടുത്ത് പോകുന്ന രാധിക ആര്യമ്മനോട് രാകേഷ് ഇപ്പോഴും കോമയിലാണെന്നും അഹാനയെ പോലീസ് അന്വേഷിക്കുകയാണെന്നും പറയുകയാണ്. ഞാൻ അഹാനയെ വെറുതെ വിടില്ല, ഞാൻ അവളെ വെറുക്കുകയാണെന്ന് ദേഷ്യത്തോടെ പറയുകയാണ് ആര്യമ്മൻ. അത് കേൾക്കുന്ന രാധിക ആര്യമ്മൻ എത്രത്തോളമാണ് അഹാനയെ ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് അറിയാം. ആര്യമിന്റെ കണ്ണുകളെ ആര്യമിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അഹാന ആര്യമിന്റെ ഫാമിലിയെ കൊല്ലാൻ ശ്രമിച്ചു. അവളെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ എനിക്കും വെറുപ്പ് മാത്രമാണ് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് രാധിക ഐ ആം സോറി ആര്യമൻ എന്ന് പറഞ്ഞിട്ട് ആര്യമിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. ആര്യമൻ ഒന്നും പറയാൻ കഴിയാതെ മനസ്സ് വേദനിച്ച് നിൽക്കുകയാണ്. അടുത്ത സീനിൽ എരുൾ അനന്തിയെ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു നിൽക്കുന്ന സമയം അവിടെ ഡ്രാഗൺ വരുന്നു. ഡ്രാഗനെ കാണുന്ന എരുളിന് ഡ്രാഗൺ രാധികയാണെന്ന് മനസ്സിലാവുകയാണ്. എരുളിന് കൺമുമ്പിൽ നിൽക്കുന്നത് രാധികയാണെന്ന് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. എരുളിനെ കാണുന്ന രാധിക ഓടി എരുളിന്റെ അടുത്ത് പോയി എരുളിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് രാധിക. എരുള് രാധികയോട് നീ ജീവനോടെ ഉണ്ടായിരുന്നു എങ്കിൽ ബാബയുടെ അടുത്ത് തിരിച്ചു വരാത്തത് എന്താണെന്ന് ചോദിക്കുകയാണ്. ആര്യമിന്റെ ലോക്കേഴ്സിലുള്ള പേപ്പേഴ്സ് എടുത്തുകൊണ്ട് വരാമെന്ന് ഞാൻ ബാബയ്ക്ക് വാക്ക് തന്നതാണ് എന്ന് പറഞ്ഞ് രാധിക കയ്യിലിരിക്കുന്ന പേപ്പേഴ്സ് എരുളിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. പേപ്പേഴ്സ് കാണുന്ന എരുള് എത്ര വർഷമായി അന്വേഷിച്ച് നടന്ന പേപ്പേഴ്സ് എന്റെ മകൾ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് എരുൾ. എരുളിന്റെ ആ സന്തോഷം കണ്ട് സന്തോഷം തോന്നുന്ന രാധിക ഇനി ഒരു ഗിഫ്റ്റ് കൂടി ഭാവിക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് രാധിക നാഗമണിക്ക് എരുളിന് കാണിച്ചു കൊടുക്കുകയാണ്. രാധികയുടെ കയ്യിൽ നാഗമണിക്ക് ഇരിക്കുന്നത് കാണുന്ന എരുള് കണ്ണിൽ കണ്ണാടി വെക്കുകയാണ്. ശേഷം രാധികയുടെ കയ്യിലിരിക്കുന്ന നാഗമണിക്ക് എടുത്തു നോക്കുകയാണ്. എന്നിട്ട് നാഗമണിക്ക് രാധികയുടെ കയ്യിൽ തിരിച്ചു കൊടുത്തിട്ട് എരുള് രാധികയോട് നാഗമണിക്ക് ക്ഷേത്രത്തിലല്ലേ ഇരുന്നത്, നാഗമണിക്ക് നീ എടുത്തിട്ടുണ്ടെങ്കിൽ നീ ആ ക്ഷേത്രത്തിലകത്ത് കയറിയിട്ടുണ്ട്, നീ ആ ക്ഷേത്രത്തിന്റെ അകത്ത് ആരെങ്കിലും കണ്ടോ എന്ന് രാധികയോട് ചോദിച്ചിട്ട് എരുള് രാധികയോട് ഇപ്പോൾ തന്നെ എനിക്ക് ആ ക്ഷേത്രത്തിന്റെ അകത്ത് കയറണം, ഇനി ഒട്ടും വൈകാൻ പാടില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ശേഷം ക്ഷേത്രത്തിന്റെ അടുത്ത് എത്തുന്ന എരുള് ക്ഷേത്രം എവിടെയാണ്, എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന രാധിക നാഗമാണിക്യത്തിനെ കാണിക്കുമ്പോൾ നാഗമാണിക്യത്തിന്റെ പ്രകാശത്തിൽ ആ ക്ഷേത്രം അവർക്ക് കാണാൻ കഴിയുകയാണ്. ക്ഷേത്രം കാണുന്ന എരുള് ഈ ക്ഷേത്രമാണ് ഞാൻ അന്വേഷിച്ച് നടന്നത്, ഈ ഗുപ്ത് ക്ഷേത്രത്തിന്റെ അകത്ത് അവൾ കാണുമെന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ എരുള് ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് പോകുന്നതും ആ ക്ഷേത്രത്തിൽ നിന്നൊരു അദൃശ്യ ശക്തി എരുളിനെ അറ്റാക്ക് ചെയ്യുകയും എരുള് തെറിച്ചുപോയി വീഴുകയും ചെയ്യുകയാണ്. എരുളിനെ രാധിക എഴുന്നേൽപ്പിക്കുമ്പോൾ എരുളിന്റെ രണ്ടു കാലും കല്ലായി മാറുകയാണ്. അത് കണ്ട് കരയുകയാണ് രാധിക. എരുള് എനിക്ക് നാഗമാണിക്യമല്ല വേണ്ടത്, എനിക്ക് ഈ ക്ഷേത്രത്തിന്റെ അകത്താണ് കയറേണ്ടത് എന്ന് പറഞ്ഞ് വിഷമിച്ചു നിൽക്കുകയാണ് എരുള്. ഇത്രയും ഭാവിക്ക് വിഷമം വരാൻ വേണ്ടി ഈ ക്ഷേത്രത്തിന്റെ അകത്ത് എന്താണെന്ന് ചോദിക്കുകയാണ് രാധിക. ഒത്തിരി വർഷത്തെ എന്റെ പ്രാർത്ഥനയും കാത്തിരിപ്പുമായിരുന്നു എന്റെ പ്രണയം, എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് ഞാൻ വിചാരിച്ച എന്റെ പ്രണയം. ഈ നാഗക്ഷേത്രത്തിന് ഒരു ശാപമുണ്ട്, അതുകൊണ്ടാണ് അവൾക്ക് പുറത്തു വരാൻ കഴിയാത്തത്. ഇത് അനന്തകുലത്തിലെ ക്ഷേത്രമാണ്, അതുകൊണ്ടാണ് അവൾ നാഗമാണിക്യം തൊട്ടതും കല്ലായി മാറിയത്. രാധിക, നീ എത്രയും പെട്ടെന്ന് അഹാനയെ വിളിച്ചുകൊണ്ട് വരണം, അവൾക്ക് മാത്രമേ ഈ ക്ഷേത്രം തുറക്കാൻ കഴിയുകയുള്ളൂ, ഇല്ലെങ്കിൽ അവൾ കല്ലായതുപോലെ കുറച്ച് കഴിയുമ്പോൾ ഞാനും കല്ലായി മാറും. എന്ത് ചെയ്തിട്ടാണെങ്കിലും നീ ബാബയ്ക്ക് വേണ്ടി അനന്തയെ കൊണ്ടുവരണമെന്ന് പറയുകയാണ് എരുൾ. ബാബ, എനിക്ക് സത്യമായിട്ടും അഹാന എവിടെയാണെന്ന് അറിയില്ല. നാഗമാണിക്ക് അഹാനയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നതിനിടയിൽ അഹാന വെള്ളത്തിലേക്ക് വീണു. അതിനുശേഷം അഹാന എവിടെയാണെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് എരുളിനോട് പറഞ്ഞിട്ട് രാധിക ഞാൻ എങ്ങനെയാണ് അനന്തയെ എന്റെ കൈ കൊണ്ട് കൊന്നു എന്ന് ഭാവിയോട് പറയുന്നത്. അനന്തയ്ക്ക് മാത്രമേ ഗുപ്ത ക്ഷേത്രം തുറക്കാൻ കഴിയുകയുള്ളൂ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് മനസ്സിൽ പറഞ്ഞ് വിഷമിച്ചു നിൽക്കുകയാണ് രാധിക. ശേഷം കുറച്ചു മാസം കഴിഞ്ഞ് അപരയെ കാണിക്കുകയാണ്. അപരയ്ക്ക് രണ്ട് സഹോദരങ്ങളും അമ്മയും മുത്തശ്ശിയും ഏട്ടത്തെയും ഉണ്ട്. അപരയുടെ മൂത്ത സഹോദരൻ ഒരു പ്രസ് നടത്തുന്നുണ്ട്. അപരയും ഇളയ സഹോദരനും പ്രസ്സിൽ ജോലി ചെയ്യുന്നുണ്ട്. അപരയുടെ വലിയേട്ടൻ കൈക്കൂലി ഒന്നും വാങ്ങാത്ത വളരെ സത്യസന്ധനായ ഒരാളാണ്. അതുകൊണ്ട് തന്നെ വൈഫിന് ഒത്തിരി പരാതികളും ഉണ്ട്. എന്നാലും എല്ലാവരും വളരെ ഹാപ്പിയിലാണ്. അവരുടെ ഓഫീസ് വലുതാക്കാനുള്ള കഠിനാധ്വാനത്തിലാണ് സഹോദരങ്ങൾ 3 പേരും. മറുവശത്ത് ആര്യമൻ പണ്ടത്തേതുപോലെ മദ്യത്തിന് അടിമയായിരിക്കുകയാണ്. എപ്പോഴും അഹാന ചതിച്ച കാര്യം ഓർമ്മിച്ച് മദ്യപിച്ച് നടക്കും. ഇപ്പോൾ രാധിക ആര്യമന്റെ വൈഫാണ്. രാധിക ആര്യമനോട് മദ്യപിക്കരുതെന്ന് എപ്പോഴും പറയാറുണ്ട്. വിവാഹം കഴിച്ചെങ്കിലും ആര്യമന്റെയും രാധികയുടെയും ഇടയിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ. ആര്യമൻ ഫുൾ ടൈമും ഓഫീസിലായിരിക്കും. രാത്രിയാകുമ്പോൾ മദ്യപിച്ച് വീട്ടിൽ വരും. ആര്യമന്റെ ഈ അവസ്ഥ കാണുന്ന പർമീത്ത് ആര്യമനെ വഴക്ക് പറയുകയാണ്. കരണിനോട് രാധിക ആര്യമനെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറയുമ്പോൾ കരൺ ആര്യമനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. പർമീത്ത് രാധികയോട് ആര്യമനെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് കേൾക്കുന്ന രാധിക കാലിന്മേൽ കാല് കയറ്റി വെച്ച് ചെയറിൽ പോയി ഇരിക്കുകയാണ്. എന്നിട്ട് പർമീത്തിനോട് നിങ്ങളുടെ മകൻ ബിസിനസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാം, അപ്പോൾ ഞാൻ ബിസിനസ്സിൽ ശ്രദ്ധിക്കണമോ നിങ്ങളുടെ മകനെ ശ്രദ്ധിക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണമെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന പർജീത്ത് പർമീത്തിനോട് രാധികയോട് തർക്കിക്കാനും വഴക്കു കൂടാനും പോകണ്ട, അഹാനയെ കണ്ട് നമ്മൾ പണക്കാരനാവാൻ ആഗ്രഹിച്ചു, പക്ഷെ അവൾ ഫ്രോഡായിരുന്നു. പാകിസ്ഥാനിൽ പോലും നമുക്ക് പോകാൻ കഴിയാതെയായി. ഇനി ഇവൾ മാത്രമേ ഉള്ളൂ, ഇവളാണ് ബിസിനസ് നോക്കി നടത്തുന്നത് എന്നൊക്കെ പറയുകയാണ്.
പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന പർമീത് രാധികയുടെ അടുത്ത് പോയിട്ട് ഓഫീസിന്റെ കാര്യം മാത്രം രാധിക നോക്കിയാൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കാമെന്ന് പറയുകയാണ്. രാധിക സോപ്പിടാൻ വേണ്ടി ജ്യൂസ് കൊടുക്കാൻ നോക്കുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് രാധിക അവിടെ നിന്നും പോകുന്നത് കാണുന്ന പർമീത് ഹാർട്ടിന്റെ അസുഖത്തിനുള്ള മെഡിസിൻ വാങ്ങാനും ഡോക്ടറെ കാണാനുമുള്ള ചെലവിനുള്ള ക്യാഷ് ചോദിക്കുകയാണ്. ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാം, 15 ദിവസത്തേക്ക് പോക്കറ്റ് മണി ഒന്നും ഇനി ചോദിക്കരുതെന്ന് പറഞ്ഞിട്ട് ആഹാൻ അവിടെ നിന്നും പോകുന്നു. അത് കേട്ട് വിഷമിച്ച് നിൽക്കുകയാണ് പർമീത്. അടുത്ത സീനിൽ ചങ്കിസ്ഥാനിൽ എരുളിന്റെ സ്ഥാനത്ത് ഇപ്പോൾ രാധികയാണ്. എരുളിന്റെ ആഗ്രഹമായ ശത്രു രാജ്യത്തെ നശിപ്പിക്കുക എന്നത് ഇപ്പോൾ രാധികയുടെ ലക്ഷ്യമാണ്. എരുളിന്റെ 2 കാല് കല്ലായി മാറിയിരിക്കുകയാണ്. ആയുർവേദത്തിലും അലോപ്പതിയിലും ചികിത്സ നടക്കുന്നുണ്ട്, പക്ഷേ എരുളിന് അതിലൊന്നും വിശ്വാസമില്ല. എരുൾ ചികിത്സയ്ക്ക് എതിരായാണ് നിൽക്കുന്നത്. ആ സമയം അവിടെ രാധിക വരുന്നു. എരുൾ ആഹാന വന്നാൽ മാത്രമേ എല്ലാം ശരിയാവുകയുള്ളൂ. ആഹാന എവിടെയുണ്ടെങ്കിൽ ആഹാനെ വിളിച്ചുകൊണ്ട് വരാൻ പറയുകയാണ്. ആഹാനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഗുപ്ത് ക്ഷേത്രത്തിൽ കയറാനുള്ള വഴി എങ്ങനെയെങ്കിലും ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറയുകയാണ് രാധിക. അത് കേൾക്കുന്ന എരുൾ, മാസങ്ങളായി ഇത് തന്നെയല്ലേ നീ പറയുന്നത്? എന്നെ സഹായിക്കാൻ ആഹാനയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ, പോയി ആഹാനെ വിളിച്ചുകൊണ്ട് വരാൻ പറയുകയാണ് എരുൾ. ഈ സമയം ഫാണി പോകാതിരിക്കാൻ വേണ്ടി ഫാണിക്ക് ചുറ്റും ഒരു മാന്ത്രിക കളം വരച്ചിരിക്കുകയാണ്. അതിന് പുറത്തേക്ക് കുറെ ഡോഗ്സും ഇരിക്കുകയാണ്. ഫാണി ഒരിടത്തും പോകാതിരിക്കാൻ വേണ്ടി മാസങ്ങൾക്ക് മുമ്പ് എരുൾ ചെയ്തതാണ് ഇതെല്ലാം. അപ്പോൾ അവിടെ ഒരാൾ വന്ന് ഫാണിക്ക് കഴിക്കാനുള്ള ഫുഡ് കളത്തിന്റെ അകത്ത് വെച്ചിട്ട് പോവുകയാണ്. ആ ഫുഡ് കാണുന്ന ഡോഗ്സ് കുരയ്ക്കുന്നത് കാണുന്ന ഫാണിക്ക് ഒരു ഐഡിയ തോന്നുകയാണ്. ഫാണി ഫുഡ് എടുത്ത് ഡോഗ്സിന് കഴിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. ഫുഡ് അവിടെ വരച്ചിരിക്കുന്ന കളത്തിന്റെ പുറത്താണ് ഫാണി ഇടുന്നത്. ഡോഗ്സ് ഫുഡ് കഴിക്കുമ്പോൾ കളത്തിലെ വരകൾ മായുകയാണ്. അത് കാണുന്ന ഫാണി നാഗമായി മാറി ഇഴഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. ഫാണി രക്ഷപ്പെട്ടു പോകുന്നത് കാണുന്ന ഡോഗ്സ് എല്ലാം ഫാണിയുടെ പുറകെ പോകുന്നു. കുറെ ദൂരം അവർ ഫാണിയുടെ പുറകെ പോവുകയാണ്. അവസാനം ഫാണിയുടെ മുന്നിൽ വരുന്ന ഡോഗുകൾ ഫാണിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. ഫാണിയും അവരെ എല്ലാവരെയും തിരിച്ചു ഉപദ്രവിക്കുകയാണ്. ഈ സമയം മറുവശത്ത് രാധിക പൂരവിനോട് ആഹാന മരിച്ച കാര്യം ഭാവിയോട് പറയാൻ കഴിയില്ല എന്ന് പറയുകയാണ്. ആഹാന ഇല്ലാതെ ഗുപ്ത ക്ഷേത്രം തുറക്കാൻ കഴിയില്ല, പിന്നെ എങ്ങനെയാണ് ഭാഷയെ രക്ഷപ്പെടുത്തുന്നതെന്ന് പറയുകയാണ് പൂരവ്. ആ സമയം ഡോഗുകളുടെ കുര കേൾക്കുന്ന രാധിക ആ ഭാഗത്തേക്ക് പോവുകയാണ്. രാധിക ഫാണി ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ഫാണിയെ കാണാത്തത് കാണുന്ന രാധികയ്ക്ക് ഫാണി രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാവുകയാണ്. ഈ സമയം മറുവശത്ത് ഫാണിയും ഡോഗ്സും തമ്മിൽ വലിയൊരു ഫൈറ്റ് നടക്കുകയാണ്. അവസാനം എല്ലാ ഡോഗിനെയും പരാജയപ്പെടുത്തിയ ഫാണി അവിടെ നിന്ന് പോവുകയാണ്. ഫാണി ചങ്കിസ്ഥാനിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വഴി അന്വേഷിച്ച് നടക്കുകയാണ്. അവസാനം കടലിൽ കാണുന്ന ഫാണി സന്തോഷത്തോടെ നിൽക്കുകയാണ്. പകുതി നാഗമായി മാറുന്ന ഫാണി, ഞാൻ വരികയാണ് നാഗറാണി. നാഗറാണി ഇപ്പോൾ എവിടെയാണെന്നോ ഏത് അവസ്ഥയിലാണെന്നോ എനിക്കറിയില്ല, എന്നാലും ഞാൻ നാഗറാണിയെ കണ്ടുപിടിക്കുമെന്ന് പറയുന്ന സമയം അപരയ്ക്ക് ആരോ വിളിക്കുന്നതായി ഫീൽ ചെയ്യുകയാണ്. അപര വിൻഡോ തുറന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് കാണുന്ന സഹോദരൻ, എന്താണ് ചേച്ചി ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്നെ ആരോ വിളിക്കുന്നത് പോലെ തോന്നി എന്ന് പറയുകയാണ്. അത് വേറെ ആരുമല്ല, വലിയേട്ടനാണ് ചേച്ചി വിളിച്ചതെന്ന് പറഞ്ഞിട്ട് സഹോദരൻ അവിടെ നിന്ന് പോകുന്നു. ശേഷം അപരയും അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ പ്രസിൽ മീറ്റിംഗ് നടക്കുകയാണ്. അപരയുടെ വലിയേട്ടൻ മറ്റു മെമ്പേഴ്സിനോട് മാസങ്ങൾക്ക് മുമ്പ് അപര വന്നതിന് ശേഷം അപരയുടെ പുതിയ പ്ലാൻ അനുസരിച്ച് വർക്ക് ചെയ്തപ്പോൾ നല്ലൊരു മാറ്റം തന്നെ നമ്മുടെ പ്രസിന് വന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. ആ സമയം അവിടെ അപര വരുന്നു. അവിടെ വരുന്ന അപര അവരോട്, ഇനി നമ്മുടെ യാത്ര ഡിജിറ്റലിലേക്ക് ആയിരിക്കണം, ഇപ്പോൾ ഇന്റർനെറ്റിന്റെ കാലമാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന അപര ലേറ്റസ്റ്റ് ടൈപ്പ് പ്രിന്റിങ്ങിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുകയാണ്. നിനക്ക് ഇതിനെ കുറിച്ചെല്ലാം എങ്ങനെ അറിയാമെന്ന് വലിയേട്ടൻ ചോദിക്കുമ്പോൾ എനിക്ക് അറിയാം എന്ന് പറയുകയാണ് അപര. ശേഷം അവർ അപര പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ്. അത് കേൾക്കുന്ന അപരയും അനിയനും അവിടെ നിന്ന് പോവുകയാണ്. അവർ പോകുന്നത് കാണുന്ന അവിടെ ഇരിക്കുന്ന ചന്ദൻ, അപര നിങ്ങളുടെ സ്വന്തം സഹോദരിയാണോ? കുറച്ചു മാസം മുമ്പാണ് ഇവിടെ വന്നത്, അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറയുകയാണ്. അവൾ ഡെറാഡൂണിൽ നിന്ന് പഠിക്കുകയായിരുന്നെന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ക്യാബിന്റെ പുറത്ത് വരുന്ന ആദർശിനോട്, അങ്കിള് ഇതെല്ലാം കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നു, അന്യയായ ഒരു പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതമാണ് നിങ്ങൾ കൊടുത്തത് എന്നൊക്കെ പറയുകയാണ്. ഇതെല്ലാമായിരിക്കും ഭഗവാന്റെ തീരുമാനം. അവൾക്ക് ആക്സിഡന്റിൽ ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ടു. ആരാണെന്നോ എവിടെ നിന്നാണോ വന്നതെന്നോ അവൾക്ക് സ്വന്തമെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടെന്നോ ഒന്നും അറിയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ് ആദർശ്. മറുവശത്ത് ആര്യമൻ ന്യൂസ് പറയുകയാണ്. ന്യൂസ് പറഞ്ഞിറങ്ങുന്ന ആര്യമൻ മദ്യപിക്കുകയാണ്. അപ്പോൾ ആര്യമന്റെ അടുത്ത് പോകുന്ന മാനേജർ ആര്യമനോട് ബിസിനസിന്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന ആര്യമൻ, ബിസിനസ് കാര്യങ്ങളെല്ലാം രാധികയോട് പറഞ്ഞാൽ മതി, അടുത്ത ന്യൂസ് എപ്പോഴാണ് ഉള്ളതെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ആര്യമൻ അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ അപരയോട് ഓഫീസ് സ്റ്റാഫായ ഒരു ലേഡി ഡെറാഡൂണിൽ ഏത് കോളേജിലാണ് പഠിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അപരയ്ക്ക് വ്യക്തമല്ലാത്ത ചില രൂപങ്ങൾ കണ്ണിൽ കാണാൻ കഴിയുകയാണ്. ടെൻഷൻ അടിക്കുന്ന അപര ബോധം കെട്ട് വീഴാൻ പോകുന്നത് കാണുന്ന സഹോദരൻ അപര വീഴാതെ പിടിക്കുകയാണ്.
തുടർന്ന് പേടിക്കുന്ന സഹോദരൻ ആദർശിനെ വിളിക്കുകയാണ്. അടുത്ത സീനിൽ അഹാനെ അന്വേഷിച്ച് നടക്കുന്ന ഫാണിയുടെ മുന്നിൽ രാധിക വരുന്നു. രാധികയെ ചങ്കിസ്ഥാനിൽ കാണുന്ന ഫാണി ആദ്യം ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിലും ആര്യമിന്റെ കൂടെ ന്യൂസിന്റെ കാര്യത്തിന് വന്നതല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ എന്ന് രാധിക പറയുന്നത് കേൾക്കുന്ന ഫാണി ഇവിടെ നിൽക്കുന്നത് ഡേഞ്ചറാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ അഹാനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് ഫാണി രാധികയുടെ കയ്യിൽ പിടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ഫാണിക്ക് രാധികയിൽ എന്തോ പ്രത്യേകത ഫീൽ ആവുകയാണ്. അപ്പോൾ രാധിക ഫാണിയോട് ഇനി അഹാനെ അന്വേഷിക്കേണ്ട, അവൾ മരിച്ചുപോയി എന്ന് പറയുകയാണ്. അത് കേട്ട് ഷോക്കിൽ നിൽക്കുന്ന ഫാണിയോട് ഞാൻ അവളെ കൊന്നതാണ്, ഇനി നാഗകന്യകയുടെ ദാസിയായ നിന്റെ ഊഴമാണ് എന്ന് ദേഷ്യത്തോടെ രാധിക പറയുന്നത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ഫാണി. തുടർന്ന് രാധിക ഡ്രാഗണായി മാറി അലറി വിളിക്കുകയാണ്. അത് കണ്ട് പേടിച്ച് ഞെട്ടലോടെ നിൽക്കുന്ന ഫാണിക്ക് രാധികയാണ് ഡ്രാഗൺ എന്ന് മനസ്സിലാവുകയാണ്. ശേഷം ഫാണി പകുതി നാഗമായി മാറുന്നു. പിന്നെ അവിടെ നടക്കുന്നത് രണ്ടുപേരുടെയും ഫൈറ്റ് സീനാണ്. ഡ്രാഗന്റെ അറ്റാക്കിൽ നിന്നെല്ലാം ഫാണി രക്ഷപ്പെടുകയാണ്. ദേഷ്യം വരുന്ന ഡ്രാഗൺ വാശിയോട് ഫാണിയോട് ഫൈറ്റ് ചെയ്യുകയാണ്. തോൽവി സമ്മതിക്കാൻ കഴിയാതെ ഡ്രാഗൺ ഫാണിയെ എടുത്തുകൊണ്ട് പറന്നുപോയിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഫാണിയെ ഇടുകയാണ്. താഴെ വീഴുന്ന ഫാണിയുടെ മുന്നിൽ വരുന്ന രാധിക ഫാണിയോട് നിനക്ക് നിന്റെ നാഗറാണി അനന്തയുടെ അതേ അവസ്ഥ തന്നെയായിരിക്കുമെന്ന് പറയുകയാണ്. നീ നാഗറാണിയെ കൊന്നു എന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? അത് അനന്തകുലത്തിലെ നാഗറാണിയാണ്. നാഗറാണിയുടെ അവസാനം ഒരിക്കലും മനുഷ്യനാലും നിന്നെ പോലുള്ള ദുഷ്ടശക്തികളുടെ കൈകൊണ്ടുമല്ല. നമ്മുടെ നാഗറാണി ജീവനോടെ ഉണ്ടെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഫാണി. ഈ സമയം മറുവശത്ത് അവരെ ചെക്ക് ചെയ്യുന്ന ഡോക്ടർ ആദർശിനോട് അവരുടെ മനസ്സ് പ്രഷർ കൊടുക്കുന്നത് ഡേഞ്ചർ ആണെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ആ ലേഡി സ്റ്റാഫ് ആദർശിനോട് സോറി പറയുകയാണ്. അപ്പോൾ അവിടെ ആദർശിന്റെ വൈഫും അമ്മയും മുത്തശ്ശിയും വരുന്നു. ആദർശിന്റെ അമ്മ അപരയോട് നീ ഞങ്ങളുടെ ജീവനാണ്, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഞങ്ങൾക്ക് സമാധാനത്തോടെ ഇരിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ്. അത് കേട്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് അപര. മറുവശത്ത് ഫാണി പറഞ്ഞത് കേട്ട് ദേഷ്യം വരുന്ന രാധിക ഡ്രാഗണായി മാറുകയാണ്. അപ്പോൾ അവിടെ വരുന്ന ഒരു നാഗശക്തി പ്രയോഗിച്ച് അവിടെ ഒരു വലിയ കാറ്റുണ്ടാക്കുകയാണ്. ആ കാറ്റ് കാരണം ഡ്രാഗണ് ഫാണിയെ കാണാൻ കഴിയാതെ നിൽക്കുകയാണ്. അപ്പോൾ നാഗം പ്രഥമായി മാറി ഫാണിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ശേഷം രണ്ടുപേരും നാഗമായി മാറി അവിടെ നിന്ന് രക്ഷപ്പെട്ട് സ്വന്തം രാജ്യത്തേക്ക് പോവുകയാണ്. അടുത്ത സീനിൽ അപരയോട് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അപരയെ വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ ടിവിയിൽ ആര്യമിന്റെ ന്യൂസ് കാണുന്ന അപര ആര്യമിന്റെ ന്യൂസ് കേട്ട് ലയിച്ചു നിൽക്കുകയാണ്. ആര്യമിന്റെ വലിയൊരു ഫാനാണ് അപര. ആ സമയം അവിടെയുള്ള ഒരു സ്റ്റാഫ് കാല് തട്ടി താഴെ വീഴുകയാണ്. ആദർശും അനിയനും അയാളുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. അപ്പോൾ അവിടെ അടുത്തായിരിക്കുന്ന ഒരു വലിയ മിഷൻ സ്റ്റാഫിന്റെ പുറത്തേക്ക് വീഴാൻ പോകുന്നത് കാണുന്ന അപര സ്പീഡിൽ ഓടിപ്പോയി ആ വലിയ മിഷൻ പിടിക്കുകയാണ്. അത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ശേഷം ആദർശും അനിയനും കൂടി ചേർന്ന് ആ മിഷനെ നേരെ വയ്ക്കുകയാണ്. അത് കാണുന്ന അപരയ്ക്ക് ഇത്രയും വെയിറ്റുള്ള മിഷൻ എനിക്ക് ഒറ്റയ്ക്ക് എങ്ങനെയാണ് പിടിക്കാൻ കഴിഞ്ഞതെന്നുള്ള ഡൗട്ട് അപരയ്ക്ക് തോന്നുകയാണ്. ആ കാര്യം അപര പറയുമ്പോൾ അത് കേൾക്കുന്ന ആദർശ് അമ്മ നിനക്ക് ദിവസവും മഞ്ഞൾപ്പൊടി ഇട്ട പാല് തരുന്നതല്ലേ, അതിന്റെ അത്ഭുതമായിരിക്കും എന്ന് പറയുകയാണ്. അത് കേട്ടിട്ട് മനസ്സിലുള്ള ഡൗട്ട് തീരാതെ നിൽക്കുകയാണ് അപര. ശേഷം അവർ അപരയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. മറുവശത്ത് പ്രഥമു ഫാണിയുടെ ശരീരത്തിലെ മുറിവിലെല്ലാം മരുന്ന് വെച്ച് കൊടുക്കുകയാണ്. നാഗറാണിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം, രാധിക ഡ്രാഗണാണ് എന്ന് പ്രഥമിനോട് പറയുകയാണ് ഫാണി. ഞാൻ കഴിഞ്ഞ 2 മാസമായി നിന്നെ അന്വേഷിക്കുന്നതിനോടൊപ്പം തന്നെ നാഗറാണിയെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നാഗറാണിയെ കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല. നാഗറാണി ആര്യമിനെ സ്നേഹിച്ചിരുന്നു എങ്കിൽ പിന്നെ ആര്യമിന്റെ വിവാഹം രാധികയുമായി എങ്ങനെയാണ് നടക്കുന്നത്? ആ വിവാഹം തടയാൻ പോലും നാഗറാണി വന്നിട്ടില്ല എന്നൊക്കെ പറയുകയാണ് പ്രഥമ. ആരെന്ത് പറഞ്ഞാലും എനിക്കറിയാം എന്റെ നാഗറാണി ജീവനോടെയുണ്ട്. ഞാൻ നാഗറാണി എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരുമെന്ന് പറയുകയാണ് ഫാണി. മറുവശത്ത് അഹാനെ അന്വേഷിച്ച് ഡ്രാഗൺ വെള്ളത്തിന്റെ അടിയിലെല്ലാം നോക്കുകയാണ്. വെള്ളത്തിന്റെ അടിയിലെല്ലാം നോക്കിയിട്ടും അനന്തയുടെ ഡെഡ് ബോഡി കിട്ടാത്തത് കാണുന്ന രാധികയ്ക്ക് അനന്ത വെള്ളത്തിൽ ഒഴുകിപ്പോയി കാണുമെന്ന് തോന്നുകയാണ്. അടുത്ത സീനിൽ ആദർശിനോട് ചന്ദൻ ഒരു വലിയ മീഡിയ കമ്പനി ചെറിയ ചെറിയ കമ്പനികളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ അവരുമായി ഒരു മീറ്റിംഗ് 7 മണിക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ്. അത് കേട്ടിട്ടും ടെൻഷൻ അടിച്ച് ആദർശ് നിൽക്കുന്നത് കാണുന്ന അപര കാര്യം ചോദിക്കുമ്പോൾ ഏട്ടത്തിയും കൊണ്ട് വൈകിട്ട് ഔട്ടിങ്ങിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞതാണ്, ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ആദർശ് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അത് കാണുന്ന അപര ഏട്ടത്തിയെ വിളിച്ചുകൊണ്ട് 7 മണിക്ക് ഹോട്ടലിലേക്ക് പോകാം, ഏട്ടത്തിക്ക് ഔട്ടിങ്ങുമായി നമുക്ക് മീറ്റിംഗും നടക്കുമെന്ന് പറയുകയാണ്. അത് കേട്ട് രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. മറുവശത്ത് ഓഫീസിൽ വരുന്ന രാധിക ആദർശിന്റെ പ്രസിന്റെ ന്യൂസ് പേപ്പർ വായിക്കുകയാണ്. അതിൽ ചങ്കിസ്ഥാനികളെ കുറിച്ച് മോശമായി എഴുതിയിരിക്കുകയാണ്. അതെല്ലാം വായിച്ച് ദേഷ്യം വരുന്ന രാധിക എന്ത് വില കൊടുത്ത് ഈ ന്യൂസ് പേപ്പർ അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ അവർ ഇങ്ങനെ ഓരോന്നും എന്റെ രാജ്യത്തെ കുറിച്ച് പ്രിന്റ് ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് പറയുകയാണ്. ഇന്ന് ഈ പ്രസ്സുകാരുമായി മീറ്റിംഗ് വെച്ചിട്ടുണ്ടെന്ന് പൂരവ് പറയുന്നത് കേൾക്കുന്ന രാധിക ആര്യമനോടും കൂടി ഈ മീറ്റിംഗിനെ കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞ് രാധിക അവിടെ നിന്നും പോവുകയാണ്. ശേഷം പാലസിൽ വരുന്ന രാധിക ആര്യമൻ റൂമിൽ മദ്യപിച്ചിരിക്കുന്നതാണ് കാണുന്നത്. അത് കാണുന്ന രാധിക കുറച്ച് കമ്പനികളുമായി മീറ്റിംഗ് വെച്ചിട്ടുണ്ട്, നമുക്ക് അവിടേക്ക് പോകണമെന്ന് പറയുകയാണ് രാധിക. ബിസിനസ്സും കമ്പനി
ഫാമിലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ഇൻട്രസ്റ്റുമില്ല എന്ന് പറഞ്ഞ് ആര്യമൻ ഇരിക്കുമ്പോൾ രാധിക ആര്യമിനെ നിർബന്ധിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ആര്യമൻ കയ്യിൽ കുപ്പിയുമായി അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ മീറ്റിംഗ് നടക്കുന്ന പ്ലേസ് ആണ് കാണിക്കുന്നത്. ആര്യമനാണ് വരുന്നതെന്ന് അറിയുന്ന ഖുഷി സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ആ സമയം അവിടേക്ക് ആര്യമൻ രാധികയും വരുന്നു. ആര്യമനെ നേരിട്ട് കാണാനുള്ള ആകാംക്ഷയിൽ അപര എഴുന്നേൽക്കുന്നതും ആ ഹോട്ടലിന്റെ സ്റ്റാഫിന്റെ കൈ തട്ടി അപരയുടെ ഡ്രസ്സിൽ വെള്ളം വീഴുകയാണ്. തുടർന്ന് അപര വാഷ്റൂമിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ വരുന്ന രാധികയ്ക്ക് നാഗത്തിന്റെ സ്മെല്ല് ഉള്ളതുപോലെ തോന്നുകയാണ്. ഡൗട്ട് തോന്നുന്ന രാധിക ആര്യമനോട് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് സ്മെല്ല് കിട്ടുന്ന ഭാഗത്തേക്ക് പോവുകയാണ്. ഖുഷി ആര്യമനെ പരിചയപ്പെടുകയാണ്. ഖുഷി ആര്യമനോട് അപര ആര്യമന്റെ വലിയൊരു ഫാനാണെന്ന് പറയുകയാണ്. മറുവശത്ത് വാഷ്റൂമിൽ നിൽക്കുകയാണ് അപര. രാധികയും നാഗത്തിന്റെ സ്മെല്ല് ഉള്ളത് എവിടെയാണെന്ന് നോക്കി വാഷ്റൂമിലേക്ക് പോവുകയാണ്. അപരയും വാഷ്റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. രണ്ടുപേരും വാഷ്റൂമിലെ ഡോറിൽ പിടിച്ചു നിൽക്കുകയാണ്. അപരയ്ക്ക് കഴിഞ്ഞതെല്ലാം ഓർമ്മ വരുമോ? രാധികയ്ക്ക് അപരയെ കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നെല്ലാം അറിയാൻ നാളെ വരെ കാത്തിരിക്കണേ. താങ്ക്